മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു കാലം വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ദൈവം പ്രവർത്തിക്കുന്ന സമയങ്ങൾ അത് അതിവിദൂരമല്ല. നിങ്ങളിലൂടെ ദൈവകരം ചലിക്കുന്ന സമയങ്ങൾ. യഹോവ സത്യദൈവമെന്ന മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, സേവിക്കുന്ന ദൈവം സ്നേഹമാണെന്ന്, സത്യമാണെന്ന്, രക്ഷകനാണെന്ന്, വിടുവിക്കുന്നവനാണെന്ന്, സകല മനുഷ്യരുടെയും രക്ഷകനാണെന്ന് വെളിപ്പെടുത്തുന്ന സമയങ്ങൾ വരുന്നു. മോശയുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കുമെന്ന് വിചാരിച്ച സമയങ്ങളുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമെന്ന് ചിന്തിച്ച് സഹോദരന്മാരുടെ അടുക്കൽ പോയി അവരുടെ നടുവിൽ നിന്ദിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്ത സമയങ്ങളുണ്ട്. ദൈവം മൗനമായിരുന്ന സമയങ്ങളുണ്ട്. എന്നെ ഇപ്പോൾ ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് സഹോദരന്മാരുടെ അടുക്കൽ പോയ സ്ഥാനത്ത് നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകർത്താവുമാക്കിയത് ആരാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ദൈവം അവനോട് മൗനമായിരുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ദൈവം മൗനമായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് തള്ളപ്പെടുന്നത് പോലെ, നിന്ദിക്കപ്പെടുന്ന പോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിലുണ്ടോ? ദൈവം നിലവിളി കേൾക്കാത്തതുപോലെ, കൈവിട്ടതുപോലെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടേണ്ട. തിരുവെഴുത്ത് പറയുന്നു, അവൻ തൻ്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു. ദൈവത്തിൻ്റെ മൗനത്തിന് പുറകിൽ നിന്നോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് കാലങ്ങൾ തെളിയിക്കും. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. മോശയെ തൻ്റെ നല്ല യൗവനത്തിൽ എന്താണോ ആഗ്രഹിച്ചത്, താൻ ആഗ്രഹിച്ച ആ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റുകയാണ്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ദൈവം അത് തരും. അഭിഷേകത്തോടെ, അധികാരത്തോടെ. എവിടെയാണോ അവനെ തള്ളിയത് അങ്ങോട്ട് തന്നെ ദൈവം അയക്കുകയാണ്. ദൈവം അയക്കും. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. എവിടെയാണോ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടത് അവിടെ തന്നെ നിങ്ങൾ മാനിക്കപ്പെടും. ദൈവം നിങ്ങളെ മാനിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ദൈവം മൗനമായിരുന്നു. എന്നാൽ ഇപ്പോൾ മോശയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം പ്രവർത്തിക്കുകയാണ്. മോശയുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന, സത്യദൈവമെന്ന, രാജ്യം അറിയത്തക്കവണ്ണമുള്ള ദൈവിക ഇടപെടൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ദൈവം പ്രവർത്തിക്കുന്നൊരു കാലം. ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ഇന്നത്തെ മൗനത്തിന് പുറകിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. കാത്തിരിക്കാമോ ദൈവത്തിൻ്റെ സമയത്തിനായി? അതെ, നിങ്ങൾ ലജ്ജിക്കപ്പെടുകയില്ല. വചനത്തോട് പ്രതികരിക്കാൻ
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.